ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പം നമുക്കിന്ന് കുറച്ച് ഭക്തി പിടിച്ചാലോ. അപ്പം ഞങ്ങളിന്ന് 2 അമ്പലങ്ങളിലാണ് കേട്ടോ പോകുന്നത്. ആദ്യം പോകാൻ പോകുന്നത് ശ്രീ കാലയിൽ ഊരാളി അപ്പൂപ്പൻ കാവിലാണ്. രണ്ടാമത് പോകാൻ പോകുന്നത് മലനട എന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ്. എൻ്റെ വല്യമ്മയും അമ്മയും മാമനും ഞാനും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വണ്ടിയിൽ. ഞങ്ങൾ ചെന്നിട്ട് അമ്മാമ്മേനെയും എൻ്റെ രണ്ടാമത്തെ വല്യമ്മേനെയും പിക്ക് ചെയ്യണം. അപ്പം ഞങ്ങൾക്ക് അമ്മാമ്മയുടെ വീട്ടിലോട്ട് എത്തി. അങ്ങനെ അമ്മാമ്മ വീട്ടിലെത്തിയപ്പോഴത്തേക്കും എനിക്ക് പണ്ടത്തെ നൊസ്റ്റാളജിയൊക്കെ അടിച്ചു കേട്ടോ. അങ്ങനെ അമ്മാമ്മ വീട്ടിൽ എൻ്റെ അമ്മമ്മ വീട് കണ്ടോ, വലിയ വീടൊന്നുമല്ല, പക്ഷേ അത് ഒരു രസമാണല്ലോ അത് കാണാനൊക്കെ. ആ വിളക്ക് വെക്കുന്ന സ്ഥലം കണ്ടോ, അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. ഇത് ഞങ്ങളുടെ പെറ്റാണ് കേട്ടോ, ചാർലി എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഇവിടെ എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് എനിക്ക് ഇരിക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പെട്രോൾ പമ്പിലോട്ട് വിട്ടു. പെട്രോൾ പമ്പിൽ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് അപ്പം തന്നെ വണ്ടി എടുത്തു, കാരണം ടൈമില്ലായിരുന്നു, ഒത്തിരി ടൈം പോയായിരുന്നു. ഞങ്ങൾ നേരെ വണ്ടി എടുത്തു. കാടിലൂടെയൊക്കെ ആയിരുന്നു നമ്മുടെ യാത്ര. അങ്ങനെ വണ്ടി എടുത്തു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. നമ്മൾ കാലൊക്കെ കഴുകി തലയിൽ വെള്ളമൊക്കെ കുടഞ്ഞു. നമ്മൾ പൈപ്പൊക്കെ അടച്ച് നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ. അപ്പം നമ്മൾ എല്ലാവരും കയറി തുടങ്ങി. അങ്ങനെ ഞാനും എന്നാൽ കയറാമല്ലോ, ഞാനും കയറി. ഇതാണ് നമ്മുടെ അമ്പലം. അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാളജി അടിക്കുന്നൊരു അമ്പലമാണല്ലേ. എന്നുവെച്ചാൽ ഇത് വലിയ അമ്പലമൊന്നും അല്ല, പക്ഷേ എല്ലാവർക്കും ഇവിടെ വരാനൊരാഗ്രഹം കാണും. കാരണം ഇവിടെ എന്ത് പറഞ്ഞാലും അത് സാധിച്ചു തരുമെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെ നടന്നവരും ഉണ്ട്. അങ്ങനെ ഇതൊരു കാടിൻ്റെ അകത്താണ്ട് ഇവിടെ ഫുള്ള് കാടാണ്. പിന്നെ കരിയിലയൊക്കെ ദേ മുകളിലൊക്കെ വന്ന് കിടപ്പുണ്ട്. അങ്ങനെ ഒത്തിരി അമ്പലങ്ങളിലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒത്തിരി കോവിലുകൾ, അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. കോവിലുകൾ ഒത്തിരി ഇവിടെ ഉണ്ട്. എൻ്റെ അമ്മാമ്മയും വല്യമ്മയും എൻ്റെ കൂടെ പതുക്കെ വന്നു. എൻ്റെ അമ്മയും എൻ്റെ അമ്മയുടെ ട്വിൻ സിസ്റ്ററും എൻ്റെ രണ്ടാമത്തെ വല്യമ്മയും താഴെ ഇറങ്ങി നിന്നു. ഇതാണ് ഏറ്റവും വലിയ കൽവിളക്ക് കേട്ടോ അവിടുത്തെ. അങ്ങനെ ഞാൻ പുറകൊക്കെ തിരിഞ്ഞൊക്കെ നോക്കി. എൻ്റെ അമ്മ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വാ പെണ്ണേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ കയറി നിന്നു. ക്യൂവിൽ നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ളതൊരു കാര്യമാണ്. കാരണം ഈ ക്യൂ നിന്ന് പോകുമ്പോൾ ഞാനൊരു വഴിയാവും. അതുകൊണ്ട് എനിക്ക് ഈ ക്യൂവിൽ നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ പതുക്കെ ഇങ്ങനെ നിന്നു. അവസാനം ക്ഷമ കേട്ടിട്ട് ഞാൻ ക്യൂവിൽ നിന്ന് അങ്ങ് മാറി നിന്നു കേട്ടോ, ക്യൂവിൽ നിന്ന്. ഇതാണ് നമ്മുടെ അമ്പലം. ഈ അമ്പലത്തിൽ ഈ പുള്ളിക്കാരനാണ് നമ്മൾ അത്രയും ദൂരത്ത് ഇവിടം വരെ വന്ന് ഈ പുള്ളിക്കാരനെ കാണാനാണ് കേട്ടോ വന്നത്. ഇവിടെ എന്ത് പറഞ്ഞാൽ സാധിച്ചു തരുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. അങ്ങനെ ഞങ്ങളെല്ലാവരും വന്നു. ഇതൊക്കെ അവിടുത്തെ ഓരോ രൂപങ്ങളാണ് കേട്ടോ. അതെല്ലാം ഞങ്ങൾ കണ്ട് തൊഴുത് ഇങ്ങനെ പോവാണ്. പിന്നെ ഈ റെഡ് തുണിയിൽ നമ്മുടെ കോയിൻസൊക്കെ ഇടാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇനി ഒരു സ്പെഷ്യൽ സ്ഥലമാണ്, നമ്മുടെ നാഗരാജാവും നാഗേക്ഷിയമ്മയും ഇരിക്കുന്ന സ്ഥലമാണ്. ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നമ്മുടെ തട്ടത്തിൽ നമ്മൾ അർച്ചന നടത്തിയില്ലേ, ആ അർച്ചന നടത്തിയതിനകത്ത് മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നു. അത് അവിടെ വിതറാൻ പറഞ്ഞു. ഞങ്ങൾ വിതറി. എൻ്റെ വക ഒരു കോയിനും ഞാനവിടെ വെച്ചു. ഇനി നമ്മൾ നമ്മുടെ കുരങ്ങന്മാരെ കണ്ടുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് കൽവിളക്കാണെന്ന്. ഇത് കൽവിളക്കാണ് കേട്ടോ. അത് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കത്തിക്കും. എൻ്റെ കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നുണ്ട്, ആ കുരങ്ങൻ അവിടെ ഇരിക്കുന്നു. പിന്നെ ഞങ്ങൾ നോക്കാൻ നേരത്ത് എൻ്റെ വയലിൻ വായിക്കുന്നുണ്ട്, അതിനൊക്കെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ മലനടയിലോട്ട് വിട്ടു കേട്ടോ. ഇവിടെ ഫുള്ള് കാടാണ് ഗൈസ്, ഫുള്ള് കാടാണ്. എങ്ങനെയും മലനടയിലോട്ട് എത്തിയാൽ മതി എന്നായിരുന്നു എനിക്ക്. കാരണം എനിക്ക് അവിടെ കാണാൻ നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇവർ ഓൾറെഡി എൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ മലനടയിലെത്തിയപ്പോൾ ഇവിടെ പല തരത്തിലുള്ള പൂജയാണ്. വെയിൽ കൊള്ളുന്നതിൻ്റെ എക്സ്പ്രഷനാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് എൻ്റെ ഫേസിൽ. അങ്ങനെ ഞാൻ കയറിയപ്പോൾ തന്നെ ശ്രദ്ധിച്ചായിരുന്നു ഈ 2 ആൾ അപ്പുറത്തും ഇപ്പുറത്തും. ഇതാദ്യമേ ശ്രദ്ധിക്കാൻ കാര്യം എനിക്ക് അവിടെ പോയി ഇരിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങ് സാധിച്ചു. ഞാൻ ഒരാളിൻ്റെ ചൂട്ടിൽ പോയങ്ങിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് ഞാൻ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് എന്നിട്ട് ആ ആലിനെ ചുറ്റും അങ്ങ് എടുത്തു. അങ്ങനെയൊക്കെ ഞാൻ ഇരുന്ന് സ്മൈലൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കാരണം അവരെല്ലാവരും അർച്ചനയൊക്കെ കഴിപ്പിക്കുമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നടന്നപ്പോഴാണ് മാമ വിളിച്ച വഴി നമുക്ക് കടയിലൊക്കെ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയപ്പോൾ അവിടെ കുറേ മോതിരവും പെർഫ്യൂംസൊക്കെ. അങ്ങനെ ഞങ്ങൾ മോതിരവും പെർഫ്യൂമും ഒന്നും അല്ല എടുത്ത സാധനം ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതേ നോക്കി, ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഇതായതുകൊണ്ട് അത്ര വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ സാധനമാണ് ഞങ്ങൾ മേടിച്ചത്. ഈ സാധനം നല്ലൊരു സാധനം കൂടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ ആദ്യമേ മേടിച്ചത് കേട്ടോ. പിന്നെ രണ്ടാമത് ഞാൻ മേടിച്ചത് ഈ ഒരു
വേലാണ് നമ്മുടെ മുരുകൻ്റെ വേല്. അത് നമ്മൾ ഈ കാറിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ തന്നെ മാമനത് കൊണ്ടുപോയി ഒട്ടിച്ച് വെച്ചു. അത് ഇരിക്കുന്നില്ല. അങ്ങനെ മാമനത് ഉറപ്പിച്ച് പിടിച്ചങ്ങ് വെച്ചു കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്ട്രെയിറ്റ് വീട് പിടിച്ചു കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ ഗൈസ്. ബൈ.